എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം ഒഴിവാക്കി മണലൂറ്റി സ്വർണം അരിച്ചെടുക്കൽ. നിലമ്പൂരിലെ പല പ്രദേശത്തും സ്വർണം ഭൂമിക്കടിയിലുണ്ടെന്ന അറിവ് പ്രേരണയായി. സ്വർണവില സർവകാല റെക്കോർഡിൽ. നിലമ്പൂർ സ്വർണം അരിച്ചെടുക്കാൻ വനത്തിൽ അതിക്രമിച്ചു കയറിയ 7 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ച സംഭവം ഉണ്ടായത് നിലമ്പൂരിലാണ്. നിലമ്പൂർ റേഞ്ച് പനയങ്കോട് സെക്ഷൻ പരിധിയുടെ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ആമക്കയത്ത് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളമൊഴിവാക്കി മണലൂറ്റി സ്വർണം അരിച്ചെടുക്കുകയായിരുന്ന മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളായ 7 അംഗ സംഘത്തെയാണ് പിടികൂടിയത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. സ്വർണം അരിച്ചെടുക്കുന്ന മരവിയും വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ച മോട്ടോറും മറ്റു സാധനസാമഗ്രികളും പ്രതികളിൽ നിന്ന് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വനത്തിൽ അതിക്രമിച്ചു കയറിയതിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. സ്വർണ്ണഖനനവുമായി ബന്ധപ്പെട്ട കേസ് നടപടികളിലേക്ക് നീങ്ങുന്നതേയുള്ളൂ എന്ന് വനം വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം വനം ഇന്റലിജൻസിനും നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ ധനേഷ് കുമാറിനും ലഭിച്ച വിവരത്തെ തുടർന്നാണ് സംഘത്തെ പിടികൂടിയത്. നിലമ്പൂരിലെ പല പ്രദേശത്തും സ്വർണം ഭൂമിക്കടിയിലുണ്ട്. ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പണ്ടുമുതലേ സ്വർണം അരിച്ചെടുക്കുന്ന രീതി ഇവിടെയുള്ളവർക്കുണ്ട്. ഏറെ നേരം ശ്രമിച്ചാൽ മാത്രമാണ് അല്പം സ്വർണം കിട്ടുക. സ്വർണ്ണവില വൻതോതിൽ കൂടിയ സാഹചര്യത്തിലാണ് വീണ്ടും സ്വർണ്ണഖനനം സജീവമായത്. ഈ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് സ്വർണം അരിച്ചെടുക്കാൻ ആളുകൾ ശ്രമിച്ചത്. വനം വകുപ്പും സംഘം എത്തിയപ്പോൾ ആയിരവല്ലിക്കാവ് ഭാഗത്തെ ആമക്കയത്തായിരുന്നു സംഘം പ്രവർത്തിച്ചിരുന്നത്. മണലെടുത്ത് വെള്ളത്തിലിട്ട് ഏറെ സമയം അരിച്ചാലാണ് സ്വർണത്തിന്റെ അംശങ്ങൾ കിട്ടുക. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്വർണം കിട്ടുന്നത്. എന്നാൽ മൂല്യം കൂടിയതിനാൽ ചെറിയ തരി കിട്ടാൻ പോലും പലരും ശ്രമിക്കുന്നുണ്ട്. മറ്റു ജോലികൾ ഇല്ലാത്തതിനാലാണ് സ്വർണം അരിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്ന് സംഘം പറയുന്നു. ഇവർക്ക് സ്വർണം കിട്ടിയിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ബ്രിട്ടീഷുകാർ പാതി വഴിയിൽ ഉപേക്ഷിച്ച ദൗത്യമാണ് നിലമ്പൂരിലെ സ്വർണ്ണഖനനം. പ്രതീക്ഷിച്ച പോലെ സ്വർണം കണ്ടെത്താൻ സാധിക്കാത്തതും കാലാവസ്ഥ പ്രതികൂലമായതുമാണ് ബ്രിട്ടീഷുകാരെ പിന്തിരിപ്പിച്ചത്. എങ്കിലും നാട്ടുകാർ സ്വർണം അരിച്ചെടുത്തിരുന്നു. പ്രളയവും ദുരന്തങ്ങളും ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മേഖലയിൽ സ്വർണ്ണശേഖരത്തിന് സാധ്യതയുണ്ടെന്ന് മൈനർ മിനറൽ ജില്ലാ സർവേ റിപ്പോർട്ടിൽ സൂചനയുണ്ടായിരുന്നു. നേരിട്ട് ഖനനം ചെയ്യാവുന്ന സ്വർണവും മണ്ണിൽ അലിഞ്ഞ സ്വർണവുമാണ് ഇവിടെയുള്ളതത്രേ. മരുത പ്രദേശത്താണ് കൂടുതൽ. പുഴകളിൽ മണ്ണിൽ അലിഞ്ഞു ചേർന്ന രീതിയിൽ സ്വർണമുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുഴയിൽ നിന്ന് മണ്ണും മണലും കോരിയെടുത്ത് അരിച്ചാണ് സ്വർണം കണ്ടെത്തിയിരുന്നത്. സ്വർണ്ണഖനനം അത്ര എളുപ്പമുള്ള കാര്യമല്ല.